Asset lever number 7. ഏഴാമത്തെ അസറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബണ്ടിൽ ദം ടുഗദർ. ബണ്ടിൽ ദം ടുഗദർ കോമ്പിനേഷൻ. ഏഴാമത്തെ അസറ്റ് ലിവർ. നമ്മളുടെ ബിസിനസിന്റെ അകത്ത് ഇന്ന് ഞാൻ വിൽക്കുന്നത് കിങ്സ് ക്ലബിന്റെ ക്ലാസ്സുകൾ പറഞ്ഞല്ല ഞാൻ വിൽക്കുന്നത്. കിങ്സ് ക്ലബ്ബ് എന്ന് പറയുന്നതല്ല ഞാൻ വിൽക്കുന്നത്. കിങ്സ് ക്ലബിന്റെ പണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഞാൻ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോ ലൈബ്രറി കോംബോ കൊടുത്തിട്ടാണ് ഞാൻ കിങ്സ് ക്ലബ്ബ് വിൽക്കുന്നത്. കിങ്സ് ക്ലബ് എന്ന് പറയുന്ന ഇറലവന്റ് ആക്കി കളഞ്ഞു. കാരണം കിങ്സ് ക്ലബിൽ കഴിഞ്ഞ 5 വർഷം 1500 ദിവസങ്ങളിൽ ഞാൻ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ്. എന്റെ ഗുണം എന്താ? ഞാൻ ഇനി നിങ്ങളുടെ പ്രശ്നം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പഠിപ്പിക്കുന്ന ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾ കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക, യൂസർ നെയിം പാസ്വേഡ് മേടിക്കുക, ലൈബ്രറിയിലേക്ക് പോവുക. എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിനുള്ള സൊല്യൂഷൻ അവിടെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് പോയി കാണുക, അത് നടപ്പാക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ കിങ്സ് ക്ലബിൽ വന്ന എന്താവശ്യത്തിനാണോ നിങ്ങൾ വന്നത് അതിനുള്ള സൊല്യൂഷൻ ലൈബ്രറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിക്കണം. അന്നേ സാറേ ഇത് ഫ്രീയാ, അന്നേ ഇതിഞ്ഞ് തരുമോ സാറേ? ഇത് തരാം, ഇത് മേടിച്ചാൽ. ഇവിടെ എന്താണ്? ആക്ച്വൽ പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് ആക്കി മാറ്റി ഇതിന്റെ കോംബോ ഓഫറിന്. ഇന്ന് എനിക്ക് ഉറപ്പാണ് കിങ്സ് ക്ലബ് അല്ല ആളുകൾ മേടിക്കുന്നത്, ഈ ലൈബ്രറിയാണ് മേടിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? കോമ്പിനേഷൻ. ഈ ബോണസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബോണസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റിട്ടേൺ കുറയും. ഈ കോംബോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ആക്ച്വൽ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ കിങ്സ് ക്ലബിലേക്ക് ഒരാൾ വരുന്നു, അപ്പൊ തന്നെ പേയ്മെന്റ് ഇട്ട് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. വിച്ച് മീൻസ് അവർ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു ഇത്. പക്ഷെ കിങ്സ് ക്ലബ് അവർക്ക് അങ്ങോട്ട് ടൈമിംഗ് ഒത്തു വരത്തില്ല. വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം എന്താ? ആക്ച്വലി അവരെപ്പോഴേ അതിന്റെ ഉപഭോക്താവായി കഴിഞ്ഞു. കംപ്ലൈന്റ് ഇല്ല, റീഫണ്ട് ഇല്ല, റിട്ടേൺ ഇല്ല, നത്തിങ്. ബണ്ടിലിന്റെ ഗുണം എന്താ? റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ തല ആലോചിച്ച് ഇതൊന്നും ആക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിനെ കോംബോ ആക്കാം. എങ്ങനെയാണെന്ന് അറിയും. ഓൾറെഡി നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെ സർവീസിനൊപ്പം നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് ചിലപ്പോൾ ഒരു ഫ്രീ ഹോം ഡെലിവറി ആയിരിക്കും, അത് ചിലപ്പോൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ ഫ്രീ മെഷർമെന്റ് ആയിരിക്കും. നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. ഇന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിനൊപ്പം നിങ്ങൾ എന്തൊക്കെയോ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. 1, 2, 3, 4, 5 എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിനൊപ്പം ഉറപ്പായിട്ടും എഴുതാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പം ആരിസിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ഏജൻസിയാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്? ആരിസിക്ക എൻ്റെ അടുത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്. സാറേ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് സാർ പോയിരിക്കുന്നത് ഫാമിലി ആയിട്ട്? ഇപ്പോൾ ഏതാണ് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു 5 രാജ്യങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പാക്കേജ് ഉണ്ടാക്കി തരാം. ആക്ച്വലി ആരിസിക്ക അവിടെ നടന്ന സാധനത്തിന്റെ പേരാണ് കൺസൾട്ടേഷൻ. നിങ്ങൾ എന്താ ചെയ്തേ? ആ ഫാമിലിയുടെ ഇത് നോക്കിയിട്ട് അവിടെ കുഞ്ഞുങ്ങളുണ്ടോ, അവർക്ക് എത്ര വയസ്സായി, അവർ പ്രായമായവർ ഈ കൂട്ടത്തിലുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒത്തിരി തണുപ്പുള്ളടുത്ത് പോകാൻ പറ്റുമോ, ഇതൊക്കെ നോക്കുകയാണ് കൺസൾട്ടേഷൻ. ഇതിന്ന് നമ്മളുടെ ടൂർ പാക്കേജ് അല്ലെങ്കിൽ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിനൊപ്പം നിങ്ങൾ പോലും അറിയാതെ ഫ്രീ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കൺസൾട്ടേഷൻ. ആരിസിക്ക എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്ന 5 സർവീസുകളുണ്ട് നിങ്ങളുടെ ഇതിനൊപ്പം. ശരിയാണോ ആരിസിക്ക? എന്തെടുത്താലും നിങ്ങൾ മിനിമം ഒരു 5 എണ്ണം ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ് എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കാം. ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 3+2 ആക്കുന്നു. എന്താ എന്നിട്ടോ പറയുന്നത്? സാറേ, ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒപ്പം
ഈ രണ്ട് കാര്യങ്ങളൂടെ ആ ഹോം ഡെലിവറിയും കൂടെ ഞങ്ങൾ ഫ്രീ ചെയ്തേക്കാം. സാറേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരു ഓഫറും കൂടെ ഉണ്ട് സാറേ. ഇത് ഒരു 2 വർഷത്തെ വാറണ്ടിയും കൂടെ. ആക്ച്വലി ഇതിന് 2 വർഷത്തെ വാറണ്ടി നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 2 വർഷത്തെ വാറണ്ടി എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ട് അതിനെ എന്താക്കി മാറ്റുന്നു, ഒരു ബണ്ടിലാക്കി മാറ്റുന്നു. ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സാധനത്തിന്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്യുക, ആ അഡീഷണൽ സാധനം കൊടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് 2 എണ്ണം എടുത്തിട്ട് അത് ബോണസ് ആക്കി കാണിക്കുക. ഇത് കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ഉണ്ട്. ഇന്നും സ്വർണ്ണക്കടയിൽ പോകുന്നത് ഒരു പേഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാ, ഡിന്നർ സെറ്റ് കിട്ടും, ഗ്ലാസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ആണോ? ഈ സ്വർണവും ഈ ഗ്ലാസും തമ്മിൽ എന്താ ബന്ധം? പക്ഷെ അതിനു വേണ്ടിയിട്ട് അവിടേക്ക് തിരിച്ചു പോകാൻ ടോപ്പ് ഓഫ് ദ മൈൻഡിൽ കസ്റ്റമർക്ക് അത് വരുന്നുണ്ട്. അപ്പം ഈ ബണ്ടിൽ കോമ്പിനേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം എൻ്റെ പ്രൊഡക്റ്റ് അല്ലെ സർവീസിനൊപ്പം ആഡ് ചെയ്യുമ്പോഴാണ് ഈ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ, അതായത് ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സർവീസ്, ഇതിനൊപ്പം എന്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു 10x വാല്യൂ വരുന്നത്. ഒരു 10 ഇരട്ടി വാല്യൂ ഫീൽ ചെയ്യണം ആ സാധനത്തിന്. ഇത് കിങ്സ് ക്ലബ് എന്ന് പറയുന്ന എൻ്റെ പ്രൊഡക്റ്റ്, ഇതിനൊപ്പം 1500 ദിവസത്തെ ക്ലാസ്സുകളിൽ, അതായത് ഇവിടെ ഇരിക്കുന്ന ആരിസിക്കയും റോയി ചേട്ടനും യഹിക്കയും അസ്മലിക്കയും പ്രിംസനും എല്ലാവരും കഴിഞ്ഞ 4 വർഷത്തിൽ ഈ പറയുന്ന കോടികൾ ഉണ്ടാക്കിയ ഏത് ക്ലാസ്സിൽ നിന്നാണോ ആ ക്ലാസ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ. ഇപ്പൊ എന്തായി? കിങ്സ് ക്ലബിന്റെ വാല്യൂ 10 ഇരട്ടി വർദ്ധിച്ചു. കാരണം കിങ്സ് ക്ലബ് എന്ന് പറയുന്നത് കേവലം 365 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം അല്ല, കഴിഞ്ഞ 1500 ദിവസം നടന്ന ട്രെയിനിങ് പ്ലസ് ഈ 365 ലൈവ് ട്രെയിനിങ്. ഇപ്പൊ എന്തായി? ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ 10 ഇരട്ടി കൂടി. 365 എന്നുള്ളത് 1500 ക്ലാസ്സും കൂടെ ചേർന്നപ്പോഴത്തേക്കിന് വാല്യൂ ബിക്കം 10 ടൈംസ് മോർ. സോ ഒരു കോംബോ വരുമ്പോഴത്തേക്കിന് ആക്ച്വൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ 10 ഇരട്ടി കൂടും. ഇങ്ങനെയാ നോക്കട്ടെ. അപ്പം അടുത്ത ഒരു ചിന്ത വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് കാര്യം ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്താലാണ് എൻ്റെ കസ്റ്റമറുടെ ടൈം, എനർജി ആൻഡ് മണി, ഈ 3 കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നത്? ടൈം, എനർജി ആൻഡ് മണി. കായംകുളത്തെ വീട് പണി കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ അത് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം. കാരണം നമ്മുടെ ഹൗസ് വാമിംഗ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ജൂലൈ ഇപ്പൊ വരാൻ പോകുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ എവിടെയോ ക്ലാസ് എടുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പം ഫോൺ നോർമലി ഞാൻ സൈലന്റ് ആക്കിയിടും. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഫോണ് എന്തോ ഒരു ബ്രേക്കിന്റെ ഇടയ്ക്ക് ഒന്ന് എടുത്തപ്പം 27 മിസ് കോള് കിടക്കും. ഈ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ഇരിക്കുന്നതിന്റെ ഓണറിന്റെ നമ്പറിൽ നിന്നാണ് ഈ കോള് മൊത്തം വന്നിരിക്കുന്നത്. ഞാൻ എടുക്കുകയാണ്. സാറേ പണിക്കാരവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അതിന് അവിടെ ആളുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നു? സാറേ അവിടെ ഗ്രാവൽ അടിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു ഗ്രാവലോ? സാറേ ഈ സാധനം അവിടെ ലെവൽ ചെയ്യണ്ടായോ? അതിന് ഗ്രാവല് വേണ്ടേ? ഞാൻ പറഞ്ഞ അത് ഞാനാണോ അടിക്കണ്ടേ? പിന്നെ ഞാനാണോ? അവൻ എന്നോട് ചോദിക്കോ പിന്നെ ഞാനാണോ? ഗ്രാവലോ? നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞായിരുന്നു. സാറേ ഞാൻ അന്നേ വാട്സപ്പിൽ ഒരു പ്രൊപ്പോസൽ അയച്ചില്ലയോ, അതിൻ്റെ അകത്ത് താഴെ ഞാൻ 5 കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ഗ്രാവൽ അടിക്കണമെന്നായിരുന്നു. ഞാൻ എവിടെ പോകാനാടാ ഈ ദുബൈയിൽ ഇരുന്നുകൊണ്ട് നാട്ടിൽ ഗ്രാവൽ മേടിക്കാൻ? ഇവിടെ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം കസ്റ്റമറുടെ ടൈമും എനർജിയും മണിയും ലാഭിക്കാൻ. ഞാൻ എന്താ പറഞ്ഞേ, നിങ്ങൾ ഇനി ഞാൻ ക്ലാസ് എടുക്കുന്ന 365 ദിവസം കാത്തിരിക്കേണ്ട. ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് മേടിച്ചുകൊണ്ട് ഒട്ടും സമയം കളയാതെ, ഒട്ടും എനർജി കളയാതെ, നിങ്ങളുടെ സൗകര്യത്തിന് 1 രൂപ പോലും ഇനി അധികം മുടക്കാതെയോ അധികം കളയാതെയോ എത്രയും പെട്ടെന്ന് പോയി ആ റെക്കോർഡിങ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ക്ലാസ് കണ്ടുപോയി നടപ്പാക്കിക്കൂ. ഞാൻ എന്താ ചെയ്യുന്നത്? സേവിങ് യുവർ ടൈം, എനർജി ആൻഡ് മണി ത്രൂ മൈ കോമ്പിനേഷൻ ഓഫർ. അപ്പൊ ഇവിടെ എന്തുണ്ടായി? എൻ്റെ പ്രൊഡക്റ്റിന് 10 ഇരട്ടി വാല്യൂം ഫീൽ ചെയ്തു, കൂടാതെ എൻ്റെ ക്ലയന്റിന് ടൈം, എനർജി ആൻഡ് മണി സേവും ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞ വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാൻ തന്നെ RT ഓഫീസിൽ പോകണമെങ്കിൽ, ഞാൻ തന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ പോകണമെങ്കിൽ, ഞാൻ തന്നെ പോയി ആക്സസറീസ് മേടിക്കണമെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? എൻ്റെ സമയം, എൻ്റെ എനർജി, എൻ്റെ പണം നഷ്ടം വരിക. ആക്ച്വലി ഈ കോംബോ വഴി യു ആർ ഹെൽപ്പിംഗ് മീ.
ഈ നനഞ്ഞടം കുഴിക്കുകയാണ് എന്നല്ല ചിന്തിക്കണ്ടേ. ഇറ്റ്സ് ആക്ച്വലി ഹെൽപ്പ്. ഹോട്ടലിൽ റൂം എടുക്കുന്ന സമയത്ത് ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ആ ഹോട്ടലുകാരൻ ആ അവിടെ വന്ന് റൂം എടുക്കുന്നവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയാണ്. അതിന് അതെന്താ നടക്കുന്നതെന്നറിയോ? ഈ റെസ്റ്റോറൻറ്റുകൾ ഇല്ലാത്ത ഹോട്ടലുകളുണ്ട്. ഇവരെന്ത് ചെയ്യും? തൊട്ടടുത്ത കടകളിൽ നിന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത് രാവിലെ. അപ്പൊ ഇവർക്ക് മുൻകൂട്ടി അറിയാലോ നാളെ എത്ര ബുക്കിംഗ് ഉണ്ട്, എത്ര പേരുണ്ട്. അപ്പൊ പറയും ഇത്ര ഇഡ്ഡലി വേണം, ഇത്ര ദോശ വേണം, ഇത്ര ഓംലെറ്റ് വേണം, ഇത്ര ഇതായിരിക്കും അവിടെ കൊണ്ട്, അല്ലെങ്കിൽ ബ്രെഡും ജാമും ഒക്കെ മേടിച്ച് അവിടെ കൊണ്ട് വെച്ചേക്കുകയാണ്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് അവിടെ ചെലവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥിരം എടുക്കുന്ന ആയതുകൊണ്ട് അവർ കൊടുക്കുന്ന 50 രൂപയ്ക്കായിരിക്കും. ഈ സാധനം നമുക്ക് വിറ്റിരിക്കുന്ന 250 രൂപയ്ക്കാണ്. നീ മേടിച്ചോ, പ്രശ്നമില്ല. കാരണം ഇതെങ്കിലും കഴിക്കാതെ രാവിലെ ഞാൻ എവിടെ പോയി കഴിക്കും ഇനി വണ്ടി എടുത്തോണ്ട്? അവിടെ എന്താ ആ ഓഫർ എന്നും പറഞ്ഞിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരുമ്പോൾ ആക്ച്വലി ദേ ആർ സേവിങ് അവർ ടൈം, എനർജി ആൻഡ് മണി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കസ്റ്റമേഴ്സ് അവരുടെ സമയത്തിനും എനർജി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ പണം അധികം തരാൻ അവർ തയ്യാറാണെന്നേ. ശരിയാണോ? കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ്. ആ കൺവീനിയൻസ് എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റിനൊപ്പം അവർക്ക് കൊടുക്കാൻ പറ്റും, അതാ നമ്മൾ നോക്കണ്ടേ. എന്താണ് എന്തിനാണ് ഇത് റെക്കോർഡ് ചെയ്ത് ലൈബ്രറി, വീഡിയോ ലൈബ്രറി? വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ട് സാധിക്കില്ല. ഞാൻ എന്താ ചെയ്ത് ഈ ക്ലാസിന്റെ റെക്കോർഡിംഗ് ഉണ്ടാക്കിയെടുത്ത് ലൈബ്രറിയിൽ ഇട്ട് കൊടുത്തിരിക്കുക. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കണ്ടോ. നീ അത് ചിലപ്പം രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പം ഒരു ക്ലയന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പം വൈകുന്നേരങ്ങളിലായിരിക്കും നിങ്ങൾ ഫ്രീ ആകുന്നത്. നിങ്ങളുടെ സമയത്തിന് പോയിരുന്ന് കണ്ടു. നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റണം. നമ്മളുടെ പ്രൊഡക്റ്റിനൊപ്പം ഇതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കസ്റ്റമർ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ വിച്ച് ദേ വിൽ ലൈ. അവർ ചിലപ്പോൾ കള്ളം പറയുമായിരിക്കും, ചിലപ്പോൾ അവർ അത് മോഷ്ടിക്കാൻ ശ്രമിക്കുമായിരിക്കും, ചിലപ്പോൾ അവർ ചീറ്റ് ചെയ്യുന്നതായിരിക്കും. വാട്ട് എവർ, ഇതും കൂടെ അതിന്റെ കൂട്ടത്തിലും കൊടുത്തേക്കണം. ഇപ്പം കിങ്സ് ക്ലബിന്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ റെക്കോർഡിംഗ് ബണ്ടിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ എന്തൊക്കെ പറയാറുണ്ട്? നിങ്ങൾക്ക് കിങ്സ് ക്ലബിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ കോണ്ടന്റ് ഫുള്ള് കിട്ടും. നിങ്ങൾക്ക് കിങ്സ് ക്ലബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡേറ്റ ഫുള്ള് ഞാൻ വേണമെങ്കിൽ തരാം. ഇവിടെ ചിലർ കിങ്സ് ക്ലബിലേക്ക് വരുന്നത് എൻ്റെ കോണ്ടന്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കിങ്സ് ക്ലബിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഡേറ്റ അടിച്ചു മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് കിങ്സ് ക്ലബിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്താക്കി കൊടുത്തു? ഒരു കോംബോ ആക്കി ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്തു. നീ കൊണ്ടുപോയിക്കോടാ, കോണ്ടന്റ് ഫുള്ള് കൊണ്ടുപോയിക്കോ. നീ ഡേറ്റ മൊത്തം ഇനി എന്താ വേണ്ടേ? ഇനി എന്തെങ്കിലും വേണം? മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എടുത്തു. ആരിസയ്ക്ക് എപ്പോൾ വേണേലും വിളിച്ചു, ഒരു കുഴപ്പമില്ല. വിജയൻ ചേട്ടനെ വിളിച്ചോ, വിജയൻ ചേട്ടൻ പറഞ്ഞു തന്നോളൂ. നെറ്റ്വർക്കിംഗ്, അതിനെന്താ, നെറ്റ്വർക്കിംഗ് എന്നുള്ള സംഭവം ഉണ്ടാക്കി തരാം. PPT, പിന്നെന്താ, അതാണ്ട് എല്ലാ ക്ലാസ് കഴിയുമ്പോഴും സ്ട്രില്ലിൽ ഇതിൻ്റെ അകത്തേക്ക് നോട്ട്സ് ഇട്ട് തരുന്നുണ്ട്, എടുത്തു. എൻ്റെ ഐഡിയാസ്, എൻ്റെ സ്ട്രാറ്റജീസ്, എൻ്റെ ബിസിനസ് എങ്ങനെയാണ് ഞാൻ റൺ ചെയ്യുന്നത്, അത് മോഷിച്ചു, ഒരു കുഴപ്പമില്ല. ഓൾ ദീസ് ഞാൻ എന്ത് ചെയ്തു? കോംബോ ആക്കി മാറ്റി ഇതിൻ്റെ ഒപ്പം, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം. എന്തിനാണ് ഈ കോംബോ ഓഫർ ഉണ്ടാക്കുന്നത്? അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് കോംബോ ഓഫർ? കോംബോ or combination or bundle will make closing easy. സെയിൽസ് ക്ലോസിംഗ് ഈസി ആക്കാൻ ഈ ബണ്ടിൽ സഹായിക്കും. സോ എന്തിനാണ് കോംബോ? ടു ഹെൽപ്പ് യുവർ സെയിൽസ് ടീം ടു സെൽ മോർ ഫാസ്റ്റർ. എഴുതിക്കോ, എന്തിനാണ് കോംബോ ഓഫർ? ടു ഹെൽപ്പ് യുവർ സെയിൽസ് ടീം ടു സെൽ മോർ ഫാസ്റ്റർ. 250 പേര് ദുബൈയിലും കൊച്ചിയിലുമായിട്ട് പുതിയത് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഈ മെയ് 28-നും 31-നും. ഇതിൽ ഇപ്പൊ മെയിലാണെങ്കിൽ പോലും ഏപ്രിൽ 3-ാം തീയതി അനൗൺസ് ചെയ്തതാണ് ഈ മെയിലെ പ്രോഗ്രാം. ആഴ്ചകൾക്ക് മുന്നേ ഈ പ്രോഗ്രാമിന് പൈസ ഇട്ട ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവർ ആ പൈസ ഇട്ടത്? പ്രോഗ്രാം നടക്കുന്നത് മെയ് 28-നും 31-നും ആണെങ്കിലും ഏപ്രിൽ 3-ാം തീയതി അനൗൺസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയുകയാണ്, എപ്പോ നിങ്ങൾ പേയ്മെന്റ് ഇടുന്നോ അന്ന് തൊട്ട് ഈ ദിവസം വരെ അൾട്രാ പ്രീമിയം കോണ്ടന്റ് ഉള്ള കിങ്സ് ക്ലബിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഇവിടെ എന്തുണ്ടായി? 3-ാം തീയതി സെയിൽ നടന്നു, 4-ാം തീയതി സെയിൽ നടന്നു. ഏതാ? ഏപ്രിൽ. 45 days ബിഫോർ എൻ്റെ ക്യാഷ് ഫ്ലോ കൂടാൻ തുടങ്ങി.
എന്റെ സെയിൽസ് ടീമിന് ഇല്ലെങ്കിൽ എന്ത് പറയാ ആരിസിക്കുക, ആ മെയിലല്ലേ പ്രോഗ്രാം, വരട്ടെ. എന്തിനാ ഈ ഏപ്രിലേ നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ഞാൻ ആലോചിച്ചിട്ട് പറയാം കേട്ടോ, ഇവൻ മറന്നുപോകും. ഈ ഈ ഓഫർ സെറ്റ് ചെയ്തപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ കൂടുന്നത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? ക്യാഷ് ഫ്ലോയെ ബാധിക്കുന്ന എങ്ങനെയാ, സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാ, പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എങ്ങനെ ആയി മാറുന്നു എന്ന് മനസ്സിലായോ? ഈ കോംബോ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആസ് എ ഫൗണ്ടർ, ആസ് എ വിഷണറി, ഇത് നമുക്കേ അറിയൂ. എന്തിനാ ഇത് സെറ്റ് ചെയ്യുന്നത്? ടു ഹെൽപ്പ് യുവർ സെയിൽസ് ടീം ടു സെൽ മോർ ഫാസ്റ്റർ. അവരെന്താ ചെയ്യുന്നത്? സെയിൽസ് ടീമിന് ഇത് അർജൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെയാണ്. അർജൻസി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം അഖിലിന് ഒരു എൻക്വയറി വരികയാണ് ദുബൈയിൽ നിന്ന്. അഖിൽ പറയാണ്, സാറേ അത് പേയ്മെന്റ് ഇന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സാറിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മുടെ പ്രീമിയം സെല്ലിംഗ് സീക്രട്സ് എന്ന് പറയുന്ന അനിൽ സാർ കഴിഞ്ഞ വർഷം എടുത്തൊരു ടോപ്പിക് ഉണ്ട്. ഇത് ഞാൻ സാറിന് ഇന്ന് പേയ്മെന്റ് ഇടുകയാണെങ്കിൽ ഞാൻ സാറിന് ഇത് ഫ്രീ തന്നേക്കാം. അഖിലിന്റെ മിക്ക സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ത്രൂ എ ബണ്ടിൽ സെയിൽ. അഖിൽ സാറേ, യെസ്, കസ്റ്റമറായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സാക്ട്ലി. ആസ് എ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് മാത്രവും ഈ പ്രൊഡക്റ്റിനൊപ്പം ഫ്ലെക്സിബിലിറ്റി. ഇവിടുത്തെ ഗുണം എന്താ? അഖിലിന്റെ കയ്യിലേക്ക് ഞാൻ വൺ ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ കിങ്സ് ക്ലബ് അല്ലെങ്കിൽ കിങ് മേക്കേഴ്സ് തന്നിരിക്കുന്ന കൂട്ടത്തിൽ പ്രോസ്പെക്ടിങ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ ഒരു ബിസിനസ്സുകാരന് വേണ്ടത്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ലൈബ്രറി അങ്ങ് തന്നിരിക്കുക അഖിലിന്റെ കൈ. അഖിലിന് എന്താണോ ഈ വിളിച്ചിരിക്കുന്ന ആളിന്റെ ആവശ്യം, അതനുസരിച്ചിട്ടുള്ള ഒരു സാധനം ഈ ആക്ച്വൽ പ്രൊഡക്റ്റിനൊപ്പം ഏത് വേണമെങ്കിലും കൊടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഞാൻ അഖിലിന് തന്നിട്ടുണ്ട്. അഖിലേ, ആണോ? 100%, yes. ഇതില്ലായിരുന്നെങ്കിൽ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ ബുദ്ധിമുട്ടിയാനെ. ഇതുള്ളപ്പോഴത്തെ ഇതില്ലാത്തപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം ബിസിനസ് ഓണേഴ്സിന് ആസ് എ സെയിൽസ് ഹെഡ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എന്താണ് ബണ്ടിലിന്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് ഒന്നാമത്തെ പർപ്പസ് സാർ പറഞ്ഞ പോലെ തന്നെ ക്ലോസിംഗ് ഈസി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ടീമിൽ വരുന്നുള്ള ഒബ്ജക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലും മതി. ഓക്കെ, ഞാനിപ്പോൾ കിങ്സ് ക്ലബിൻ്റെ അത് പറയാം. ഓക്കെ, നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ല ഒരു 4 to 5 years ആയി. നിങ്ങളിൽ പലരും തന്നെ നമ്മുടെ കൂടെ 4 to 5 years ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു എൻക്വയറി വരുന്നതിൽ അവരുടെ ഒരു തോട്ടായിരിക്കും, ഒരു തോട്ടാണ്, ഓക്കെ ഞങ്ങൾ ഈ 4 വർഷം ആയ അവരുടെ കൂടെയാണോ ഞങ്ങൾ ഇരിക്കുന്നത്, അല്ല വളരെ സീനിയർ ആയിട്ടുള്ള ഇത്രയും കാലം പഠിച്ച ആൾക്കാരുടെ കൂടെയാണോ ഞങ്ങൾ ഇരിക്കുന്നത്, ഇനി എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, അവരായിട്ട് ഞാൻ എങ്ങനെ ക്യാച്ചപ്പ് ചെയ്യും. അത് ക്ലിയർ ആയിട്ട് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ സാറ് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾ ഇനി ഒരിക്കലും സാർ ഇനി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെഷൻ എടുക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവരുടെ ടൈമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ 4-5 years ആയിട്ട് ഓരോ ഇയറിലും 10,000 dirhams കൊടുത്ത് ഈ മെമ്പേഴ്സ് എല്ലാം പഠിച്ച സെഷൻ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് കിട്ടുകയാണ്. ഓക്കെ, അവിടേക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് പോകാനായിട്ട് പറ്റും. സോ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വളരെ ഈസി ആയിട്ട് നടക്കും. അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പം ഇത്രയും കോഴ്സസ് കാര്യങ്ങളുടെ ആക്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈവൻ ദോ നമ്മൾ വൺ ഡേ പ്രോഗ്രാം ആണ് സെല് ചെയ്യുന്നത്, അവർക്ക് വേറെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പെയിൻ ആയിരിക്കും ഉണ്ടാവുക, സെയിൽസ് ആയിരിക്കും ഉണ്ടാവുക, നമ്മൾ അതിന്റെ ഒരു ആക്സസ് കൂടി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുകൊണ്ട് തന്നെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വളരെ ഈസി ആയിട്ട് കയറും അവരുടെ മൈൻഡിലേക്ക്. ഇപ്പൊ നമ്മുടെ വൺ ഡേ പ്രോഗ്രാം ആണെങ്കിലും അവരുടെ മൈൻഡിലേക്ക് ആ ഡേറ്റ് 31st എന്നുള്ള ഡേറ്റ് അല്ല, അല്ലെ 28th എന്നുള്ള ഡേറ്റ് അല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൽ നമ്മളുടെ സെയിൽസിന്റെ രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് ഇറലവന്റ് ആക്കിക്കൊണ്ട് ഓഫറുകളാണ് നമ്മൾ സെല് ചെയ്യാറുള്ളത്. ശരിയാണോ? എക്സാക്ട്ലി. നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാറില്ല, ഈ ബണ്ടിലാണ് സെല് ചെയ്യാറുള്ളത്. ആ കൂട്ടിച്ചേർക്കുന്ന സാധനത്തിന്റെ വാല്യൂ പറഞ്ഞാൽ പലപ്പോഴും ഇവർ വിൽക്കുന്നത്. അഖിലേ, എക്സാക്ട്ലി. അവിടെ സാർ പറഞ്ഞ റീഫണ്ട് എന്നുള്ളൊരു കേസ് ഇല്ല. ഏപ്രിൽ 3rd നമ്മളുടെ പ്രോഗ്രാമിലേക്ക് എൻ്റർ ആയിട്ടുള്ള ഒരാള് 2 കിങ്സ് ക്ലബിലെ സെഷൻ കാണുമ്പോൾ തന്നെ അവിടെ എന്താണ് വാല്യൂ എന്നുള്ളത് ക്രിയേറ്റ് ആവുകയാണ്. ആ വൺ ഡേ പ്രോഗ്രാമിന്റെ 10,000 അല്ലെ 15,000 750 dirhams അത് അവർക്ക് തന്നെ ചെറുതായിട്ട് ഫീൽ ചെയ്യാണ്. ലെറ്റ്സ് സേ പിന്നീട് ഒരു സിറ്റുവേഷൻ വരികയാണ്, നമുക്ക് May 31st അവർ അവൈലബിൾ അല്ല, അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഓക്കെ നമുക്ക് ഇതിന്റെ ആക്സസ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ, അല്ലെങ്കിൽ ആ 31st ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവരെ സൈഡിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ അത് ചെയ്തു തരാൻ പറ്റും. ഒരിക്കലും റീഫണ്ട് എന്നുള്ളൊരു കേസിലേക്ക് അവർ വരില്ല. നമ്മുടെ സ്ഥാപനത്തിൽ അതില്ലല്ലോ. എന്തുകൊണ്ടാണ് അതില്ലാത്ത? പ്രൊഡക്റ്റ് എൻജോയ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബണ്ടിൽ എൻജോയ് ചെയ്യുന്നുണ്ട്.
ശരിയല്ലേ? എക്സാക്ട്ലി. അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈന്റ് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ഓണേഴ്സിന്റെ അടുത്താണ്. ഈ സെയിൽസ് കൂട്ടണം എന്ന് പറഞ്ഞ് സെയിൽസുകാരുടെ നെഞ്ചത്ത് കയറുന്നതല്ലാതെ ആ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്? ടു മേക്ക് ദാറ്റ് ക്ലോസിംഗ് ഫാസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി? നിങ്ങളുടെ സെയിൽസുകാർക്ക് ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്നത് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്, കസ്റ്റമർക്ക് വേണ്ടത് ബി ആണ്. ഓക്കെ സാറേ, AB ഇതാണ്, ഇതെടുത്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് നിങ്ങളുടെ സെയിൽസ് ടീമിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? ഞാൻ ഈ എടുക്കുന്ന ഓരോ ക്ലാസ്സും, ഇന്നിപ്പോ എടുത്തിരിക്കുന്ന ഈ ക്ലാസ് പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് കിങ്സ് ക്ലബിന്റെ ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കുകയാണെന്ന്? ഞാൻ എന്തിനായിരിക്കും ഇത്രയും ലൈറ്റ്, ഇത്രയും ഫെസിലിറ്റിയും ഈ രീതിയിൽ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്ത് ഇന്നും രാവിലെ പോയി കുളിച്ച് റെഡിയായി കുട്ടപ്പനായി വന്ന് ഇവിടെ നിൽക്കുന്നത് കിങ്സ് ക്ലബ്ബുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം എവരിഡേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? എൻ്റെ ബിസിനസ്സിലേക്കും എൻ്റെ സെയിൽസുകാർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇന്നലെ എടുത്ത ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ ഇന്നലെ എൻ്റെ അസറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് എൻ്റെ ബിസിനസ് ഈ ഫ്രാഞ്ചൈസി എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെന്തെങ്കിലും ഉണ്ടോ? സാറേ ഇതാണ്ടേ അനിൽ സാറിൻ്റെ 1.5 മണിക്കൂറിൻ്റെ ഫ്രാഞ്ചൈസ് സാറ് പേയ്മെന്റ് ഇട്ടു, ആ ക്ലാസ് ഞാൻ ഫ്രീ തന്നേക്കാം. ഈ കോംബോ ഓഫർ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സാറേ, ഇതാണ്ടേ സാറിന്റെ 1.5 മണിക്കൂർ ക്ലാസ്. ആ 1.5 മണിക്കൂറിന്റെ അസറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എവരിഡേ ഞാൻ ഇവിടെ. അതിനതാണ്ട് 1, 2, 3, 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇതിന്റെ റെക്കോർഡിങ്സ് എൻ്റെ പ്രൊഡക്ഷൻ ടീമിന്റെ ടേബിളിലെത്തും. അവരിതിനെ എഡിറ്റ് ചെയ്ത് ഇത് കോഴ്സുകളാക്കി എൻ്റെ ലൈബ്രറിയിലേക്കും എൻ്റെ ഇതിലേക്കും മാറ്റും. നിങ്ങൾക്ക് തോന്നുന്നോ ഞാൻ എന്നും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനാ പ്ലാൻ എന്ന്? 2 കൊല്ലം അല്ലെ 4 കൊല്ലം അതിനുള്ളിൽ ഞാൻ പരിപാടി നിർത്തും. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞു എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും. ഏത്? ഈ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അസറ്റ്. ഞാൻ ഇന്ന് ഈ ശബരി എന്ന് വിളിച്ചത് അന്നും വർഷങ്ങൾക്ക് ശേഷവും ആരെ ഈ ശബരി എന്ന് ആളുകൾ അന്വേഷിക്കും. ഇതെല്ലാം അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ ചോദ്യം ഇതാണ്, എവരിഡേ നിങ്ങൾ ഓഫീസിൽ ചെന്നിരുന്ന അന്നത്തെ ഒരു ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കുകയാണോ, അതോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഐ ആം ക്രിയേറ്റിംഗ് അസറ്റ് ഫോർ മൈ ബിസിനസ് ആൻഡ് ഫോർ മൈ സെയിൽസ് ടീം ടു സെൽ. വാട്ട് അബൌട്ട് യു? ഞാൻ പറഞ്ഞതൊന്നും പുറത്തുനിന്ന് 1 രൂപ കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞേ. കയ്യിലുള്ള സാധനം, ഇന്ന് ഉണ്ണിയേട്ടന്റെ ഫർണിച്ചർ ഷോറൂമിന്റെ അകത്ത് അവിടെ കിടക്കുന്ന ബെഡും ഇവിടെ ഇരിക്കുന്ന മാട്രസും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ആ കോർണറിൽ ബെഡ് കിടപ്പുണ്ട്, ഈ മൂലയ്ക്ക് മാട്രസ് അടക്കി വെച്ചിട്ടുണ്ട്, ആ ഷെൽഫിന്റെ അകത്ത് പില്ലോ വെച്ചിട്ടുണ്ട്, ഇവിടെ ബെഡ്ഷീറ്റും ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ഇട്ട് ഒന്നിച്ചാക്കി കസ്റ്റമർക്ക് ബെഡ്റൂം സെറ്റ് എന്നുള്ള രീതിയിൽ വിൽക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റെഡി? Asset lever number 7 combination. Combine or make it a bundle. Thank you. Take care. Bye. Love you all.